ഭാസ്കരേട്ടാ. ആളെ കണ്ടുകിട്ടാനില്ലല്ലോ. ഞാൻ ഒരു ദിവസം വിളിച്ചിരുന്നു. ഉദയ നാട്ടിൽ പോയിരുന്നല്ലേ? അതെ. ഭാസ്കരേട്ടന് തിരക്കുണ്ടോ? ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. തിരക്കൊന്നുമില്ല, പറഞ്ഞോ. KC ഗ്രൂപ്പിന്റെ MD ജോസഫ് ചെറിയാനുമായി ചേട്ടനിപ്പോ കണക്ഷൻ ഉണ്ടോ? അയ്യോ, അയാളൊക്കെ ഇപ്പൊ വലിയ പുള്ളിയല്ലേ. സിറ്റിയിൽ മാത്രം 5 or 6 റെസ്റ്റോറൻ്റ് ഉണ്ട്. ആള് നല്ലവനാ. പക്ഷെ ഞാൻ കണ്ടിട്ട് ഇപ്പൊ ഒത്തിരി നാളായി. എന്താ കാര്യം? എൻ്റെ സിനിമ അടുത്തൊന്നും നടക്കുന്ന ലക്ഷണമില്ല. പഴയതുപോലെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യാമെന്ന് വെച്ചാൽ പരിചയത്തിലുള്ള ആർക്കും അടുത്തൊന്നും സിനിമകളുമില്ല. ഞാനിപ്പോൾ തനിച്ചല്ലല്ലോ. ജോസഫ് ചെറിയാനോട് പറഞ്ഞ എന്തെങ്കിലും ഒരു ജോലി. റെസ്റ്റോറൻറ്റിലോ? ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ഔട്ട്ഡോർ കേറ്ററിംഗ് അങ്ങനെ പല സംഗതികളുണ്ടത്രേ. തനിക്കതൊക്കെ ശരിയാവും ഉദയ? ശരിയായേ പറ്റൂ. എങ്കിൽ വാ, ഇതൊന്നും പിന്നത്തേക്ക് നീട്ടി വെച്ചിട്ട് കാര്യമില്ല. അയ്യോ, എന്നെ വിളിക്കായിരുന്നില്ലേ? മധു കുളിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. മറന്നുപോയല്ലോ. എനിക്ക് മാത്രമേ ചായ ഉണ്ടാക്കിയുള്ളൂ. ഞാൻ രാവിലെ തന്നെ കുടിച്ചു. നോക്കിയപ്പോ ഉദയേട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഇന്ന് ഡിസ്കഷന് പോകുന്നില്ലേ? ഡിസ്കഷനോ? എന്തിന്റെ? അത് കൊള്ളാം. എന്നും രാവിലെ കുളിച്ച് റെഡിയായി സിനിമാ കഥ ചർച്ച ചെയ്യാൻ പോകുന്ന ആളാ. ഇപ്പൊ ചോദിക്കുന്ന കേട്ടില്ലേ എന്ത് ഡിസ്കഷൻ എന്ന്? ഓ അതോ? ആ കഥ വഴിമുട്ടി നിൽക്കുക മധു. എന്തു പറ്റി? യഥാർത്ഥത്തിൽ കഥയല്ല, കഥാനായകനാണ് വഴിമുട്ടി നിൽക്കുന്നത്. സാമ്രാജ്യങ്ങൾ കീഴടക്കാൻ പുറപ്പെട്ടു. പക്ഷെ അയാൾക്ക് വഴിമധ്യേ പടയാളികളെ നഷ്ടപ്പെട്ടു, ആയുധങ്ങൾ നഷ്ടപ്പെട്ടു. ജീവിതത്തിന്റെ മുമ്പിൽ തുറച്ചു നോക്കി നിൽക്കുകയാണ്. സാമ്രാജ്യം വേണോ, വിശപ്പടക്കാൻ ഭക്ഷണം വേണോ? അതാണ് ഇപ്പോഴത്തെ ചോദ്യം. സാമ്രാജ്യം കിട്ടിയാൽ ഭക്ഷണം ഒരു പ്രശ്നമാവുന്നില്ലല്ലോ. സാമ്രാജ്യം ഒരു വിദൂര സ്വപ്നവും ഭക്ഷണം നിലനിൽപ്പിന്റെ പ്രശ്നവുമായാൽ കഥയൊക്കെ ശരിയാവും ഉദയേട്ട. ഉദയേട്ടൻ വല്ലാതെ മൂഡ് ഓഫ് ആണെന്ന് തോന്നിയിരുന്നു. വെളിച്ചെണ്ണ തീർന്നോ, സോപ്പ് വാങ്ങണോ എന്നൊക്കെ അല്ലാതെ എന്നോട് സംസാരിക്കുന്നത് തന്നെ അപൂർവം. ഇതാണ് കാരണമെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്. തൽക്കാലമുള്ള തടസ്സങ്ങളെല്ലാം തീരും. എനിക്ക് ഉറപ്പാ ഉദയേട്ടൻ അറിയപ്പെടുന്ന ഒരു സംവിധായകനായി മാറും. എനിക്കിപ്പോൾ ആ പ്രതീക്ഷയില്ല. കുറച്ച് ദിവസമായി ഞാനൊരു കാര്യം ആലോചിക്കുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷവും എത്രയോ പേര് സിനിമയിൽ അഭിനയിക്കുന്നു. ഞാൻ മാത്രം എന്തിന് ഇങ്ങനെ വെറുതെ ഇരിക്കണം? അഭിനയിക്കുന്നില്ലെന്ന് തീരുമാനിച്ചത് മധു തന്നെ ആയിരുന്നല്ലോ. അത് മോശം വേഷങ്ങളിൽ അഭിനയിച്ച് മടുത്തിട്ടല്ലേ? ഇപ്പൊ നല്ല വേഷത്തിന് ആരെങ്കിലും വിളിച്ചോ? വിളിക്കാത്തത് ഞാൻ അഭിനയം നിർത്തിയെന്ന് തോന്നലുണ്ടാവാം. അല്ലെങ്കിലും നല്ലതും ചീത്തയൊന്നും നോക്കുന്നതിൽ വലിയ കാര്യമില്ല. നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത എത്ര ചിത്രങ്ങളാ തിയേറ്ററുകളിൽ ആളുകളെ കുത്തി നിറയ്ക്കുന്നത്. പെട്ടെന്നാണല്ലോ മധുവിന് തിരിച്ചറിവുണ്ടായത്. ഈ ചെറിയ ജീവിതം മടുത്തു അല്ലേ? ആരാധകർ, സ്തുതിപാഠകർ, ആജ്ഞാനുവർത്തികൾ, വർണ്ണശബളമായ ആ ലോകത്തു നിന്നുള്ള വീഴ്ചയുടെ വേദന ഇപ്പോഴാണ് അറിയുന്നത്. ഉദയേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? നമ്മുടെ ജീവിതം നമ്മുടെ രണ്ടുപേരുടെയാണ്.
അതിലെന്റെ പങ്ക് ഞാൻ ചെയ്യണ്ടേ? ഓ, അതുകൊണ്ടാണ്, അല്ലാതെ അഭിനയത്തോടുള്ള അഭിനിവേശം കൊണ്ടല്ല. തുല്യ പങ്ക് വഹിക്കാൻ. തെളിച്ചു പറഞ്ഞാൽ എന്റെ മാത്രം വരുമാനം കൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് മധു ഭയപ്പെടുന്നു. തിരക്കഥ എഴുതാൻ കഴിവുള്ളവർക്ക് അങ്ങനെയും വ്യാഖ്യാനിക്കാം. വേറെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് മധു എനിക്ക് പറഞ്ഞുതരൂ. ഇഷ്ടമില്ലാത്ത സീൻ അഭിനയിക്കാതെ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളാണ് ഇപ്പം നല്ല വേഷവും ചീത്ത വേഷവും നോക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അഭിനയിക്കാൻ പോകുന്നില്ല. വേറെന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കാം. അതും ഇപ്പോൾ വേണ്ട. ഞാൻ വലിയൊരു സംവിധായകനായി കയ്യിൽ ആവശ്യത്തിന് പണമൊക്കെ ഉള്ളപ്പോഴാണ് ഈ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ മധു ജോലിക്ക് പോയാൽ അതെന്റെ ഉള്ളിലുള്ള അപകർഷതാബോധം വളർത്തുകയുള്ളൂ. ഉദയേട്ടൻ ഇങ്ങനെയുള്ള കോംപ്ലക്സുകളൊക്കെ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഞാനങ്ങനെ വിചാരിച്ചിരുന്നില്ല. ചോദിച്ചിരുന്നെങ്കിൽ പറഞ്ഞു തരുമായിരുന്നല്ലോ. ഉള്ളിൽ കടന്ന് നീറുന്നത് മുഴുവൻ പുറത്തേക്ക് വലിച്ചിടരുത് മധു. ഇങ്ങനെ ആർഗ്യുമെന്റിന് വരാതെ കുറച്ച് സ്വൈര്യം തരൂ. ആർഗ്യുമെന്റിന് ഞാൻ വന്നില്ലല്ലോ, അഭിപ്രായം ചോദിച്ചു. ഇതാണ് ആർഗ്യുമെന്റ്. ഇത് തന്നെയാണ് ആർഗ്യുമെന്റ്. നല്ല കീറാണല്ലോ. എത്രണ്ണമായി? വരുമ്പോഴേ ഞാൻ കണ്ടു. പിന്നെ ചുമ്മാ നിങ്ങളുടെ പ്രൈവസി കയറി കത്തി വഹിക്കണ്ടെന്ന് വെച്ചു. എന്നെ മനസ്സിലായോ? ചുവന്തങ്കിയുടെ പ്രൊഡ്യൂസർ ജോമോൻ കണ്ടത്തിൽ നമ്മൾ 1-2 തവണ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർമ്മിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് മറക്കാൻ ഒക്കുവോ? ഇയാള് ഭാഗ്യവാനല്ലേടോ, ഭാഗ്യവാൻ. മലയാളത്തിന്റെ താരസുന്ദരിയല്ലേ താൻ ഒറ്റക്ക് കൊണ്ടുപോയി ഷാപ്പിട്ട് കളഞ്ഞത്. സത്യത്തിൽ അവളെ നായികയാക്കി ഒരു പടം എടുക്കാനാ ഞാനൊരു സിനിമാ പ്രൊഡ്യൂസറുടെ വേഷം കെട്ടിയത് തന്നെ. ലേറ്റായിപ്പോയി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒരു ഹീറോയിൻ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ പൊതു സ്വത്ത. അവരെ ഇതുപോലെ അഭിനയിക്കാൻ വിടാതെ ഒരു മുറിയിൽ അടച്ചുപൂട്ടി അടയിരിക്കുന്നത് തോന്നിയാസാണ്. മധുമതി അഭിനയിക്കുമെങ്കിൽ ഞാൻ ഇനിയും പടം പിടിക്കും. അതെന്റെ ഒരു മോഹ. പറയടോ, അവളെ താൻ ഇനി അഭിനയിപ്പിക്കും. ഇനി ഞാൻ വേറൊരു ഓഫർ തരാം. അവൾ അഭിനയിക്കുന്ന പടം താൻ തന്നെ വേണേ ഡയറക്റ്റ് ചെയ്തു. കമാൺ. ഇപ്പം എല്ലാവിധ ആർഗ്യുമെന്റ്സിനും ഞാൻ റെഡിയാണ്. ഐ ആം റെഡി. കമാൺ, വാട്ട്സ് യുവർ പ്രോബ്ലം? ടെൽ മീ എവറിത്തിങ് one by one. But I tell you, this is the one and only day you can argue. Hereafter, no more arguments. I want peace of mind. Come on, speak up! ഇല്ലേ? ഒന്നും പറയാനില്ലേ? Okay, then good night. Don't stare at me like that. അമേരിക്കയിലാണെങ്കിൽ ഇങ്ങനെ തുറച്ചു നോക്കുന്നവർക്കെതിരെ പോലീസ് കേസെടുക്കും. Do you know something? ഞാൻ വല്ലപ്പോഴും ഇത്തിരി കുടിച്ചിരുന്നത് എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ്. ഇപ്പം ഞാൻ കുടിച്ചത് സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ്. ദാറ്റ് ഇസ് എ ഡിഫറൻസ്. ഞാൻ തനിച്ചായിരുന്നപ്പോൾ എനിക്ക് സ്വസ്ഥത ഉണ്ടായിരുന്നു. എൻ്റെ ഹൃദയത്തിലും ചിന്തയിലും ഒക്കെ അപ്പം സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം പോയി. I lost everything. 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 Everything.